മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ രാവിലെ 7:40 7:45 ഒടുക്കത്തെ തണുപ്പായിരുന്നു രാവിലെ. എൻ്റെ ദൈവമേ ഒന്നും പറയണ്ട. അപ്പോൾ ഞങ്ങൾ രാവിലെ എണീച്ചു. ഇനി പതുക്കെ കൂളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷപ്പായി ഇനി എണീച്ച് പോകണം. അപ്പം ഞാൻ ഇതണ്ടേ അവരും എണീച്ചു. ഇതണ്ടേ ഹായ് പറഞ്ഞേ. അവരും എണീച്ചു. ഞങ്ങൾ നേരെ എണീച്ച് പോയി റെഡിയായി വെളിയിലോട്ട് പോകട്ടെ. വെളിയിലത്തെ കാഴ്ചകളൊക്കെ കാണിക്കാം. കൊടൈക്കനാലിലെ കാഴ്ചകളൊക്കെ കാണിക്കാം. ഓക്കെ. നല്ല തണുപ്പാണ് ഇവിടെ. ചൂടുവെള്ളമാണെന്ന് പറഞ്ഞു. അറിയത്തില്ല, നോക്കട്ടെ. ഇതുണ്ടോ പിന്നെ ഹായ് പറഞ്ഞേ. അവനും ആകപ്പാടെ പണ്ടടിച്ചിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ശരി. അപ്പോൾ ഞങ്ങൾ ബാക്കി കാഴ്ചകൾ റെഡി ആയതിനു ശേഷം. ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളങ്ങനെ ചെക്കൗട്ട് കഴിഞ്ഞിട്ട് റൂമിൽ നിന്ന് ഇറങ്ങും കേട്ടോ. ഇവിടുത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ നല്ല വെയിലാണ്. കാണിക്കാവേ. നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോഴത്തെ കാഴ്ച ഇവിടെ അടങ്ങിയിരുന്നല്ലേ. ഞങ്ങൾ ഇച്ചിരി ഉള്ളേരിയയിലാണ് റൂം എടുത്തത്. ഇതല്ലേ ഇഷ്ടം പോലെ തണുപ്പാണ്, നല്ല തണുപ്പാണ് ഇവിടെ. ഇതല്ലേ രാവിലത്തെ കാഴ്ചയാണ് കാണുന്നത്. ഇതല്ലേ നല്ല മഞ്ഞും ഇങ്ങനെയാണ് ഇതല്ലേ. അപ്പോൾ ഞങ്ങൾ അടുത്ത കാഴ്ചകൾക്കായിട്ട് പോവാണ്. രാവിലെ വണ്ടി എടുത്ത് അടുത്ത് കറങ്ങാൻ വേണ്ടി പോവാണ്. അപ്പോൾ വീണ്ടും നമുക്ക് കാണാം. ഹായ്. അപ്പോൾ ഞങ്ങൾ രാവിലെ എണീച്ച് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്ന കേട്ടോ. അപ്പോൾ ഞങ്ങൾ രാവിലെ കഴിക്കാൻ പോകുന്നത് പൊങ്കലാണ്. പൊങ്കൽ വന്നു. നല്ല ഭയങ്കര തണുപ്പാണ്, ഒരു രക്ഷയില്ല. പൊങ്കൽ എന്ന് പറഞ്ഞത് ഈ സംഭവമാണ്. അതിൻ്റെ ഒരു വടയുണ്ട്. വടച്ച് നമുക്ക് കഴിച്ചു നോക്കാം. ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട്. ഒരു റൈസ് കൊണ്ട് സംഭവമാണ്. ചോറ് എന്ത് സംഭവം കുഴപ്പമില്ല, നല്ല രസമാണ്. വെറൈറ്റി ടേസ്റ്റ് കേട്ടോ. ഇവിടെ കഴിച്ചു. ഓക്കെ, അപ്പൊ ഞങ്ങൾ കഴിച്ചിട്ട് കാണാം കേട്ടോ. കൊഞ്ചം പിന്നെ കഴിച്ചു. വട പിന്നെ കഴിച്ചു. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ കൊടൈക്കനാലിലെ ലേക്ക്. ഓക്കെ, അടിപൊളിയാണ്. രാവിലത്തെ കാഴ്ച രാത്രിയൊക്കെ ആകുമ്പോൾ അവിടെ മൊത്തം നല്ല വെള്ളം ഇങ്ങനെ ചെതർന്ന കൂടെ ലൈറ്റിംഗ് വർക്കും കൂടെ കാണും. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഞങ്ങൾ നേരെ വെളുത്ത് വന്നേ ഉള്ളൂ. ആൾക്കാരൊക്കെ ജനസാഗരത്തോടു കൂടി ആകാൻ പോവുകയാണ് ഈ പ്രദേശം. നല്ല ബോട്ടിംഗ് ഒക്കെ രാവിലെ അതിരാവിലെ തന്നെ ബോട്ടിംഗ് തുടങ്ങും കേട്ടോ. ഇതൊക്കെ ഇത് പേ ബുക്ക്ഡ് ആകുന്നത്. ആൾക്കാർ നോക്കി ഒരുപാട് ആൾക്കാരുണ്ട്. തണുപ്പടിച്ച് ഇങ്ങനെ നടക്കാൻ വേണ്ടി ഇറങ്ങിയാണ് രാവിലെ. കൊട്ടേച്ചി ഇങ്ങോട്ട് നോക്കിയേ. ഹായ് പറഞ്ഞേ. ഹായ് കൊടുത്തേ. എടി ഇഷ്ടപ്പെട്ടോ? അപ്പൊ ഞങ്ങൾ വണ്ടി ഇവിടെ കൊണ്ടുവച്ച് ഇതുണ്ടല്ലേ സൈഡിൽ. രാവിലെ ആയിട്ട് വലിയ തിരക്കില്ലാത്തതുകൊണ്ട് ഇതല്ലേ വണ്ടി ഇവിടെ കൊണ്ടുവച്ചു. ബൈക്ക് അവിടെ കൊണ്ടുവച്ചു. എന്നിട്ട് ഞങ്ങളിങ്ങനെ ഇതുണ്ടല്ലേ ഓരോരോ സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാരെ കൊണ്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതുണ്ടല്ലേ ബോട്ടൊക്കെ ഇങ്ങനെ മറ്റേ പലതരത്തിലുള്ള നൗകകൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കണം ആൾക്കാർക്ക് വേണ്ടി. ഇതല്ലേ ഞങ്ങൾ ഇന്ന് ഈ കാണുന്ന ആ വഴി കൂടി ഇങ്ങനെ നടന്ന് ഒരു 2 കിലോമീറ്റർ ഇങ്ങനെ വട്ടം ചുറ്റിയാണ് ഇവിടെ തിരിച്ചു വന്നത്. രാത്രിയാകുമ്പോൾ കണ്ടില്ല ഈ സംഭവം നല്ല വെട്ടിത്തിളങ്ങും കേട്ടോ. നല്ല തിളങ്ങി മറിയും. വെള്ളത്തിൽ ലൈറ്റിങ് നല്ല കളറായിരിക്കും. അപ്പോൾ ഞങ്ങൾ ബോട്ടിങ്ങിനൊന്നും പോകുന്നില്ല. ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഇല്ലല്ലോ. ഞങ്ങൾക്ക് മാക്സിമം ഇന്നത്തെ ദിവസം കൊണ്ട് ഇവിടെ മൊത്തം ഒന്ന് കറങ്ങണം. അതിന് വേണ്ടിയാണ് ഞങ്ങൾ നിൽക്കുന്നത്. ബോട്ടിങ്ങിന് കയറാൻ പോയി അങ്ങനെ ഒരു സമയം അങ്ങ് പോകും. ഞങ്ങൾ മൊത്തം ഇവിടെയുള്ള ചെറിയ കാണാനുള്ള സ്ഥലങ്ങളെല്ലാം. കാരണം നമ്മൾ കാറും കൊണ്ട് വരുമ്പോഴേ നമുക്ക് എല്ലായിടത്തും പോകാൻ പറ്റില്ല. ബൈക്കാകുമ്പോൾ നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും കറങ്ങാൻ പറ്റും. അതുകൊണ്ട് ഞങ്ങൾ മാക്സിമം ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് മൊത്തം ഒന്ന് റൗണ്ട് അടിക്കാൻ വേണ്ടിയാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാ പോകുന്നതാണോ പൊന്നാ? എന്നാ പറ. ഓക്കെ എന്ന് പറ. അപ്പോൾ ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാണ്. റെഡി, ലെറ്റ്സ് ഗോ. ഞങ്ങൾ രാവിലെ
അടുത്ത് പൂമ്പാറ കാണാൻ പോവാണ്. പൂമ്പാറ ഞങ്ങളിപ്പോ ഒരു സംഭവം കാണിക്കാം. ഇവിടെ തിരക്ക് കാണിക്കണമെങ്കിൽ ഇപ്പൊ നോക്കണം. നമ്മുടെ മലയാളികളാണ് മൊത്തം കേട്ടോ. സ്കൂൾ പിള്ളേരാണ്, സ്കൂളും കോളേജിൽ നിന്നൊക്കെയുള്ള പിള്ളേരാണ് തന്നെ. ഇവിടെ പശുവിനെ കൊണ്ടു. എന്റെ പശു ഇത് നോക്കിക്കോണം. ക്രൗഡ് എന്നതാണ് ഇന്നലെ ആയിട്ട് 60 ബസ്സാണ് ഇവിടെ സ്റ്റുഡൻസിന്റെ വന്നേക്കുന്നതാണ് ഇവിടെ പറഞ്ഞോ. അപ്പൊ കണ്ടോടെ ഇപ്പൊ ആൾക്കാർ ക്യൂ നിൽക്കുന്നതാണ്. പിള്ളേരില്ലേ മുകളിലല്ലേ മൊത്തം മലയാളികളാണ്. എനിക്കത് കൊടൈക്കനാൽ പിടിച്ചിരിക്കുന്ന മലയാളികളുണ്ട് അല്ലേ? ശരിയല്ലേ? എല്ലാരും പിടിച്ചിരിക്കുന്ന മലയാളികളാണ്. ആരും കേരളത്തിൽ നിൽക്കുന്ന എല്ലാം കേരളം വിട്ടിട്ട് വേറെ സ്ഥലത്ത് ഇതുണ്ടോ ഹോട്ടൽ മഹാരാജ എന്ന് പറഞ്ഞാൽ അവിടെയാണ് ഈ ആൾക്കാർ മൊത്തം ക്യൂ നിൽക്കുന്നുണ്ടല്ലോ പിള്ളേർ. ഇതല്ലേ മൊത്തം മലയാളികളാണ്. ഫുള്ള് മലയാളികളാണ്. നമ്മളങ്ങനെ പെട്രോൾ അടിക്കാൻ വേണ്ടി പോകണം. കാരണം പോകുന്ന വഴിക്കൊന്നും ഒരു സ്ഥലം കഴിഞ്ഞാൽ പിന്നെ പെട്രോൾ പമ്പ് കാണണമെങ്കിൽ അടുത്തത് ഒരു 50 കിലോമീറ്റർ കഴിഞ്ഞാലുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ മുൻകൂട്ടി പെട്രോൾ അടിക്കാൻ വേണം. പൂമ്പാറ പോകണം. പൂമ്പാറ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ഞങ്ങൾക്ക് പൂമ്പാറയൊന്നും കാണാൻ സാധിച്ചില്ല. അപ്പം ഇത്തവണ ഞങ്ങൾ പൂമ്പാറ കാണാൻ പോകും. ഞങ്ങൾ നിൽക്കുന്നിടത്ത് വന്ന് 19 കിലോമീറ്റർ പൂമ്പാറയ്ക്ക്. കൊടൈക്കനാൽ ബസ് സ്റ്റാൻഡ് ഉണ്ട്, ലേക്ക് റൗണ്ട് ഉണ്ട്, പല്ലങ്കി പൂമ്പാറ നമുക്ക് റൈറ്റ് പോകണം. ഒന്നുകൂടെ കാണിക്കാം നമ്മുടെ ലേക്ക് എങ്ങനെയാണ്. ആൾക്കാർ ഇങ്ങനെ ഓടി വരും കേട്ടോ. നിങ്ങൾക്ക് റൂം വേണോ എടുത്ത് കുതിരയെ പോകണ്ടോ. നല്ലൊരു ജബണ്ടൻ കുതിരയാണ്. കുതിര ലേക്കിനെ ചുറ്റി ഇങ്ങനെ യാത്ര ചെയ്യുന്നത് കോളേജിലെ പിള്ളേരാണ്. കുറെ പേര് രാവിലെ സൈക്കിളൊക്കെ എടുത്തോണ്ട് പോവാണ്. സൈക്കിൾ സവാരി ഉണ്ട്, കാറ് കേട്ടോ. പൂമ്പാറ നേരെയാണോ? പൂമ്പാറയ്ക്കുള്ള വഴിയാണോ? പൂമ്പാറ റൂട്ടിലോട്ടുള്ള വഴിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എടാ നമ്മൾ കഴിഞ്ഞ ഫുഡ് ഇവിടെ വണ്ടി ഇവിടെ ഇടാൻ നിൽക്കുന്നില്ല. വണ്ടി ഇടുന്നത് എല്ലാം പൈസ ഇതുണ്ടോ? അയ്യോ അങ്ങോട്ട് പൂമ്പാറ അയ്യോ കൂടെ പൂ നോക്കി വന്നേ. ഇതുണ്ടോ ഞങ്ങളത് പോകുന്ന വഴിക്കത്തെ കാഴ്ചകളാണ് ഈ കാണുന്നത്. മതിയല്ലേ? ഇത് സ്ഥലം ഓർക്കുന്നതാണ് നമ്മള് വോയിസ് ഓവർ സൗണ്ട് കിട്ടുമായിരിക്കും. നമ്മൾ അടുത്തല്ല ഞങ്ങള് സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല വീഡിയോക്കകത്ത്. എന്നാലും ചുമ്മാ സംസാരിക്കും കേട്ടോ. കാരണം ആ കാണുന്ന സ്പോട്ടിൽ വെച്ച് നമ്മളെ കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഒന്നും മനസ്സിലാകത്തില്ല. പിന്നെ ഓർത്തിരിക്കായിരുന്നു നിങ്ങൾ. നീ കുറച്ച് സംസാരിച്ചു. ഈ സ്ഥലം കാണിച്ചു. ഈ സ്ഥലം ഞങ്ങൾ ഗുണാക്കേവ് പോകുന്ന വഴിക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഗുണാക്കേവും പൂമ്പാറയെല്ലാം ഒരേ റൂട്ടാണ് എനിക്ക് തോന്നുന്നത്. അറിയത്തില്ല. ഞങ്ങൾ ഏത് ചുമ്മാ പോവാണ്. നല്ല തണുപ്പാണ്. പിന്നെ ഏന്ന് വെച്ചേ
റോഡുകളില്ല. പാറയിടിക്കലും എല്ലായിടത്തും മാക്സിമം റൂമുകൾ പണി വെക്കാതെ അത്രയ്ക്ക് റൂം കൊടുക്കും. കാരണം വെച്ചാൽ ഭയങ്കര തിരക്കല്ലേ. ഒരു ചെറിയ ഒരു ഇടി റൂം പണിത് വെച്ചാൽ തന്നെ പൈസ ഉണ്ടാക്കി അവിടെ. ഇവിടെയൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഒരു റൂം ഉണ്ടെങ്കിലുണ്ടല്ലോ കാശുകാരുടെ പുക ഉണ്ടാക്കുന്നത്. വേറെ ഓപ്ഷൻ ഇല്ല. അതെ, ഒരു കാട്ട് പക്ഷേ മലയിടുക്കുകളിലും പണിയാവുന്നതിന്റെ മാക്സിമം റൂമുകളും കോട്ടേജുകളും പണിതങ്ങ് കൂട്ടിയേക്കുക. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഒന്നും വന്നില്ല കേട്ടോ. അതുകൊണ്ട് ഇതുവഴിയാ പോയത്. പക്ഷെ നമ്മൾ മറ്റേ വില്ലേജ് ഒന്നും കണ്ടില്ല. ഫ്രഷ് ക്യാരറ്റ് ലൈവായിട്ട് പറിച്ചുകൊണ്ടുകൊണ്ട് വെക്കുന്നുണ്ട്. കഴുകി മിനുക്കി പോളിഷ് ചെയ്ത് വരുന്നത്. നല്ല ക്യാരറ്റ് നല്ല നല്ല കളർഫുൾ ആയിട്ടുള്ള ക്യാരറ്റാണ് ഈ കാണുന്നത്. ഇത് ലൈവായിട്ട് കൊണ്ടുവന്നിട്ട് കഴുകി ക്ലീൻ ചെയ്തുകൊണ്ട് വെക്കുന്ന ക്യാരറ്റാണ് അല്ലേ. നമ്മുടെ നാട്ടിൽ വരുമ്പോൾ മൊത്തം കളർഫുൾ കാണുന്നില്ല. ഇവിടെ നല്ല ക്ലീൻ ആക്കി. പാഷൻ ഫ്രൂട്ട്, അതെന്താ കാണുന്നത്? പാഷൻ ഫ്രൂട്ടാ? പാഷൻ ഫ്രൂട്ട്, അത് പാഷൻ ഫ്രൂട്ട്, അത് കോണ് എല്ലാം ഉണ്ട്. രാവിലെ കടകളൊക്കെ തുടർന്ന് വരുന്ന ആൾക്കാർ താഴോട്ട് നോക്കിയാൽ നല്ല മുരിക്കുമരാണോ? അയ്യോ, നമ്മുടെ നാട്ടിൽ ആ മുരിക്ക് നിൽക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഒരു ഗതിയില്ലാതെ ഇവിടെ നോക്കി എന്താ രസം നോക്കി. അതൊരു അലങ്കാരമാക്കി കാര്യം. വാവ്, മുരിക്കുമ്പോ അല്ലേ? എന്റെ ദൈവം, അത് ഇവിടെ കാണുന്ന വെറൈറ്റി അല്ലേ? നമ്മുടെ നാളെ കണ്ട് അമ്പലമുണ്ട്. പോകുന്ന വഴിക്കുന്ന കാഴ്ചയാണ് അമ്പലം. അയ്യോ, എന്താ എഴുതിക്കുന്നടി? ഒബ്സർവേറ്ററി. റോസ് ഗാർഡൻ താഴെ. റോസ് ഗാർഡൻ ഒന്ന് പോയെന്ന് കഴിഞ്ഞ ദിവസം. റോസ് ഗാർഡൻ ഇറങ്ങണോ? കയറണോ? ജസ്റ്റ് റോസ് ഗാർഡൻ എങ്കിയാ ആക്കാ. റോസ് ഗാർഡൻ പൗഞ്ചി താണ്ടി പൂപ്പാറയ്ക്ക് പോകണമെന്നാണ് അക്ക പറയുന്നത്. പൗഞ്ചി റോസ് ഗാർഡനിൽ കാണാനൊന്നുമില്ല. ഞങ്ങൾ നോക്കിയപ്പോഴും പ്രത്യേകിച്ചൊന്നും ഇല്ല. കുറച്ച് എന്നതാണ് ആവശ്യമില്ല. കുറച്ച് ചെടികളൊക്കെ അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോകണം. അതുകൊണ്ട് ഞങ്ങൾ നേരെ പൂപ്പാറയ്ക്ക് പോകണം.
പൂഞ്ചി വഴി പൂമ്പാറ. പൂഞ്ചി എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ പേര്. കൗഞ്ചിയോ പൂഞ്ചിയോ എന്തോ സ്ഥലപ്പേര് പറഞ്ഞു. കൗഞ്ചി വഴി പൂമ്പാറ. போன இடத்துல பாக்குறதுக்கு ரொம்ப ஏரியா இருக்குன்னு அவன் சொல்லியாச்சு. இது பாரு, இது ஒரு யூக்காலி மரத்தை மரம். ஐயோ ஸ்ட்ரைட் தானே. ஐயோ കാറ്റടിച്ച് വരുന്ന അവർ തെറി പറയും നമ്മളെ. ഞാനല്ല, അവരെ കൊച്ചിന്റെ ആയി പറഞ്ഞത്. എടി ഇപ്പടെ ഓർക്കുന്നുണ്ടോ? ഏതാ എടി നീ ഓർത്തിരിപ്പുണ്ടോ? അപ്പൊ നമ്മൾ ഈ വഴി പോയതാ. ഗുണാക്കേവ് നമ്മളിങ്ങനെ പോയത്. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പൈൻമരം കാട്ടിൽ കൂടെ ഇങ്ങനെ പോവുകയാണ്. കൈ അങ്ങനെ പറയിരുന്നോ? തണുപ്പോ? മങ്ക ഇങ്ങോട്ട് കയറിയിരിക്കാം. അങ്ങോട്ട് കയറിയിരിക്കും. ഈ മങ്ക ശരിക്കും യുക്കാനല്ലേ? ഇറങ്ങാനൊരു പേടി. കാരണം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആനിമൽ സെന്റർ. നമുക്ക് ഇറങ്ങാനൊരു ഭയം. Papuji, papuji. പൈൻ ഫോറസ്റ്റ്. ഇവിടെ ആരും ഇല്ലേ? ആരും എനിക്കൊന്നേ ഈ തണുപ്പ് ആരും ഇറങ്ങി വന്നിട്ടില്ല. അതിനകത്ത് ഈ കാട്ടിലൊക്കെ നല്ല ആൾക്കാർ കാണുന്നത്. അല്ലേ? നമ്മൾ രാവിലെ അല്ല ഇറങ്ങിയത്. നമ്മൾ ഇച്ചിരി താമസം. പൂമ്പാറയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പൂമ്പാറ ഒരുപാട് ദൂരം ഉണ്ട് കേട്ടോ. 25 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ വരുന്ന വഴിക്ക് ഇപ്പൊ തന്നെ ഒരു ബൈക്കുകാരൻ, ഒരു സ്കൂട്ടിക്കാരൻ ചേർത്ത് ഞങ്ങളോട് കണ്ടു. മലയാളിയാണോ എന്ന് ചോദിച്ചു. അപ്പൊ നമുക്ക് ചിരി വരും. സാധനം കയ്യിലുണ്ടോ? എന്ത് സാധനം അത് മനസ്സിലായില്ല. ഞങ്ങൾ ചിരിച്ചുകൊണ്ട് പോകുന്നു. മലയാളിയാണ്. അതാണോ കോഡ് ഭാഷയാണ് ചോദിച്ചേ? ഞാനത് സാധനം വല്ല ചെറുതല്ല അടിക്കാൻ വേണ്ടത്. സാധനം കയ്യിലുണ്ടോ? എന്റെ ശ്രീനിവാസന്റെ മലയാളിയാണോ? സാധനം കയ്യിലുണ്ടോ? അപ്പൊ 25 കിലോമീറ്റർ ഉണ്ട്. ഇറങ്ങിയാണ് പോകേണ്ടത്. ഒരു വില്ലേജ് കാണാൻ നല്ലതാ പറഞ്ഞു. കുറെ എന്നാ പറഞ്ഞ ക്യാരറ്റും അങ്ങനെ നമ്മൾ പോയിട്ടുള്ള സ്ഥലമാണ്. അപ്പൊ ഏതെല്ലാം പോയി നോക്കാം. ഇപ്പൊ പഴയ വഴിയൊന്നുമല്ല ഗുണാക്കേവ് പോകുന്നത്. താഴെ ചുറ്റിയാണ് പോകേണ്ടത്. ഇപ്പൊ ഗുണാക്കേവ് ഒക്കെ നമ്മൾ പോയിട്ടുള്ളതുകൊണ്ട് അവിടെ പോകുന്നില്ല. 25 കിലോമീറ്റർ താണ്ടിയാൽ മാത്രമേ പൂണ്ടി എത്തൂ. പൂണ്ടിയിലുള്ള വഴികൾ എന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. തണുപ്പാണ്, അന്യായ തണുപ്പാണ്. വരച്ചിരിക്കും. എടിയോ തണുത്ത് തല ചെന്നിരിക്കുന്നത് പൊന്നാ. ഇത് പൊളിയാട്ടോ. അപ്പൊ ഞങ്ങള്
പൂണ്ടിക്ക് പോകുന്ന വഴിയിലെ കാഴ്ചയാണ് ഈ കാണുന്നത്. പൂണ്ടിക്ക് പോകുന്നില്ലേ പൈൻമരം എന്ന് പറയുന്ന പൊന്നു കൂട്ടുകാർ, ഇത്രയും വലിയ പൈൻമരം ഞാൻ ജീവിതത്തിൽ കണ്ടു. ഇങ്ങോട്ട് നോക്കി, പൊക്കം നോക്കി, പോണി സ്ഥലം. പൊന്നച്ചി ഹായ് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ നിൽക്കുന്നത്, ഞങ്ങൾ പോകുന്നത് പൂണ്ടിയിലോട്ടാണ് പോകുന്നത്. പൂണ്ടിയിലെ കാഴ്ചകളാണ്, പോകുന്ന വഴിക്കത്തെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, നല്ല ഉഗ്രൻ പൈൻമരം. ഒരു പൂണ്ടി പൂണ്ടി എന്ന് പറയും, പൂണ്ടി എന്ന് പറയും. ഇതല്ല, ഒരു മനുഷ്യൻ പോലും ഇല്ല ഈ കാടിനകത്തോട്ട് പോകുന്നില്ല. എല്ലാ റോഡിന്റെ സൈഡിൽ നിന്ന് വണ്ടി നിർത്തിയിട്ട് കാഴ്ചകൾ കാണുവാണ്. കാരണം ആനിമൽസ് എല്ലാം ഉണ്ടോ എന്ന് അറിയില്ല കേട്ടോ. ഒടുക്കാതെ തണുപ്പാണ്. നിനക്ക് തണുപ്പില്ലേ? കയ്യിൽ വണ്ടിയിൽ ഇഷ്ടം പോകുന്നുണ്ട്. ഇതുകൊണ്ട് കയ്യിൽ പോകുന്നു, എല്ലാം കയ്യിൽ ആയി ഇതെന്റെ കയ്യിൽ പോകുന്നു, ഫുള്ള് കയ്യിലും ആയി. ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പൊ പിന്നെ വേറെ കാഴ്ചയ്ക്ക് നമുക്ക് പോകാന്നല്ലേ. എന്നാ വീഡിയോ പിടിച്ചോ. വീഡിയോ ബൈ. അയ്യോ, അന്യ തണുപ്പല്ലേ. സത്യം പറഞ്ഞെടി, ഇങ്ങനെ സംഗതി മൂന്നാറാ. മൂന്നാറിന്റെ ഇപ്രാവശ്യം ഇത് കൊടൈക്കനാല് എവിടെ എത്തിടി. ദർശനകോട്ട സരവണ ഭവന ദ്രഷ്ടിക്കുതകും നാനനാനി തന്നാനാനി. കോട്ട സരവണ ഭവന കുതിരത്ത് പോയി. പക്ഷേ ഹലോ ഫ്രണ്ട്സ്, അപ്പം ഞങ്ങൾ പൂമ്പാറയിൽ നിന്ന് സ്ഥലത്തോട്ട് പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ കുറച്ച് ചേച്ചിമാരെ കണ്ടു. ആ ചേച്ചിമാരോട് ചോദിച്ചു ഈ സ്ഥലത്തിന് ഇത് നമുക്ക് ഇവിടെ 10 മിനിറ്റ് കൂടെ ഉള്ളൂ പൂമ്പാറയിലോട്ട് എത്താനായിട്ട്. അങ്ങ് ദൂരെ കാണുന്നതാണ് പൂമ്പാറ. അവിടെ ഒരു മുരുകൻ്റെ ടെമ്പിൾ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ച് വന്നാൽ മാത്രമേ നമുക്ക് തിരിച്ച് നമ്മുടെ കൊടൈക്കനാൽ കഴിഞ്ഞിട്ട് പളനി വഴി പോകാൻ പറ്റത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ എതിരെയാണെങ്കിൽ നമുക്ക് വീട്ടിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ തിരിച്ച് വന്നാൽ മാത്രമേ നമുക്ക് തിരിച്ച് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങി പോകുന്ന വഴിയാണ്. അങ്ങ് ദൂരെ കണ്ടോ, ടൗൺ കണ്ടോ? അമ്മ അന്ത ആ ടൗൺ ഏത്? അത് അങ്ങ് പറഞ്ഞത് പളനി. അങ്ങ് ആ താഴെ കാണുന്നതാണ് പളനി എന്ന സ്ഥലം. ഓക്കെ, അപ്പൊ നമുക്ക് പളനിയിൽ പോകണമെങ്കിൽ നമുക്ക് തിരിച്ചു വന്നിട്ട് മാത്രമേ പളനിക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇതുണ്ട്, ഇവിടെ കുറെ ചേച്ചിമാർ ഇരിപ്പുണ്ട്. അപ്പൊ അവര് ഈ വിറകൊക്കെ എടുക്കാൻ വേണ്ടി വന്നതാണ്. ഇതല്ലേ, ഈ വിറകൊക്കെ ശേഖരിക്കാൻ വേണ്ടി വന്നതാണ്. അവർ ഈ പൂമ്പാറയിലുള്ള ആൾക്കാരാണ് കേട്ടോ. നിങ്ങളെ പൂമ്പാറ കാണിക്കാം. ഇഷ്ടംപോലെ വണ്ടികൾ വരുന്നില്ല. കേരള രജിസ്ട്രേഷൻ ഒരുപാട് വണ്ടികളുണ്ട്. ഇതൊരു എന്താ പറയാ, ഒരു പ്രത്യേക സെപ്പറേറ്റ് ആയിട്ട് ഒരു മലയുടെ സൈഡിൽ കൂടെയുള്ള വഴിയാണ്. ഉണ്ടല്ലേ, ഇതുണ്ടല്ലേ നമ്മുടെ കാണിക്കാം. ഇത് കണ്ടോ, ഇതാണ് അങ്ങ് ദൂരെ കാണുന്നത്. എടി അത് പളനിയാടി, ആ ദൂരെ കാണുന്നത് പളനിയാണ് കേട്ടോ. ഇത് പളനിയാണ്. പക്ഷെ നമുക്ക് ഇതുണ്ടല്ലേ, ഇതിലേ കൂടെ പോയി കഴിഞ്ഞാൽ പളനി പോകാൻ പറ്റത്തില്ല. നമുക്ക് പൂമ്പാറയിൽ പോയിട്ട് അവിടെ കണ്ട് തിരിച്ച് വന്നിട്ട് വേണം പോകാനായിട്ട്. അങ്ങ് ദൂരെ കണ്ടോ, നമ്മൾ അവിടെ നിന്നാണ് വന്നത് കേട്ടോ. അങ്ങ് മഞ്ഞ് ഇറങ്ങുന്നുണ്ടല്ലേ. നമ്മൾ അവിടെ നിന്ന് 25 കിലോമീറ്റർ താണ്ടിയാണ് ഇങ്ങോട്ട് വന്നത്. ഇവരെല്ലാം വിറക് ശേഖരിക്കാൻ വന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് പൂമ്പാറയ്ക്ക് പോവാം. അപ്പോൾ നമുക്ക് പൂമ്പാറയ്ക്ക് പോകാലോടി. പൊന്നെ ഹായ് പറഞ്ഞേ. പൊന്നെ, നിനക്ക് ഇഷ്ടപ്പെട്ടോ പൂമ്പാറ? നിനക്ക് ഇഷ്ടപ്പെട്ടോ? എന്താ അഭിപ്രായം? നിൽക്കുന്നില്ല. അപ്പോൾ ഞങ്ങൾ പോവാണ്. അങ്ങനെ ഞങ്ങൾ രണ്ട് എവിടെ സ്ഥലം? പൂമ്പാറയ്ക്ക് എത്തുന്നതിന് മുമ്പ് പളനി വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് കേട്ടോ. പളനി വ്യൂ പോയിന്റ്, അവിടെ ഞങ്ങൾ വന്ന് നിർത്തിയേക്കുവാണ്. കാണിക്കുക ഇവിടുത്തെ കാഴ്ച. ഇതുണ്ട് ഇവിടേക്ക്. ഇത് നമ്മൾ ചിന്തിക്കാത്ത രീതിയിലുള്ള സ്ഥലങ്ങളാണ് ഇവിടെ കേട്ടോ. നമ്മൾ ഓർക്കും എന്തുമാത്രം സ്ഥലങ്ങളുണ്ടെന്ന് അറിയാം തമിഴ്നാട്ടിൻ്റെ ഉള്ളേരിയകളിലോട്ട് ഇന്ന് കഴിഞ്ഞാൽ. കൊടൈക്കനാൽ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ. നമ്മൾ ഒരുപാടുപ്പെട്ട ആൾക്കാർ അങ്ങോട്ട് പോയിട്ടില്ല. കാണിക്കുന്നുണ്ടല്ലേ ബ്രോ? അല്ല, നമ്മുടെ ഫ്രണ്ടിന്റെ ഇത്. ആ സ്ഥലം
അത് ലോക്കാണ്, അവിടെ പണി നടക്കുന്ന കാരണം അവരെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കും. ആണോ? എന്നാ പണി അവിടെ? അവിടെ റൂഫിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തോണ്ട് ഇതുണ്ടോ? ശരിക്കും പുറത്തുനിന്ന് ഒരുപാട് ഇതുണ്ടല്ലേ, മൊത്തം റിസോർട്ടുകളും ഇതല്ലേ, വ്യൂ പോയിന്റ് ആണ്. നമ്മുടെ ബോബി ചെമ്മണ്ണോട് കൂട്ടിലെ വയനാട്ടിലുള്ള പോലെ തന്നെയല്ലേ താമസിക്കുന്ന സംഭവങ്ങൾ. നല്ല അടിപൊളി സ്ഥലങ്ങൾ ഒരുപാടുണ്ട്. ഏരിയ ഇവിടെ നമ്മൾ ചിന്തിക്കുന്നതിനെക്കാട്ടിലും ഒരുപാട് ഏരിയ ഉണ്ട് ഈ കൊടൈക്കനാൽ എന്ന് പറഞ്ഞാൽ. നമ്മൾ ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല, മുന്നേ വന്നപ്പോഴൊന്നും. ഒരുപാടുണ്ടല്ലേ. ഇതല്ലേ, ഇതാണ് പൂമ്പാറ എന്ന് പറഞ്ഞ സ്ഥലം. ആ കണങ്ങ് ദൂരെ കാണുന്നതാണ് പൂമ്പാറ. ഇതുണ്ടല്ലേ, ഒരു വില്ലേജാണ് കേട്ടോ. അതിൻ്റെ ഒരുപാട് ഹോം സ്റ്റേകളും ഇതുണ്ടല്ലേ. നമ്മുടെ മറ്റേ ബോബി ചെമ്മണ്ണൂരിൻ്റെ കൂട്ടിലെ റൂംസുകൾ, കോട്ടേജൊക്കെ. ഇങ്ങനെയാണ് കാഴ്ച. നമുക്ക് പോവാം. എവിടെ? അവിടെ കാണാനുണ്ടോ? ഇത് തന്നെയല്ലേ? ഇവിടുന്ന് കാണുന്നതിനേക്കാൾ നല്ലത് കുറച്ച് താഴെ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോകുന്ന വഴിക്ക് കണ്ട ഇതുണ്ട്, നല്ലൊരു വില്ലേജാണ് ഈ കാണുന്നുണ്ടല്ലേ. മൊത്തം കൃഷി സ്ഥലങ്ങളാണ് ഈ കാണുന്നത്. മൊത്തം മറ്റേ ഇങ്ങനെ ചെറിയ ചെറിയ ഇതായിട്ട് തട്ടായിട്ട് തട്ട് കൃഷികളാണ് മൊത്തം. ഇതുണ്ടല്ലേ, ഇതൊരു വില്ലേജാണ്. ഇതിനെ ഇതിൽ നമുക്ക് നേരെ പൂണ്ടിക്ക് പോകാൻ പറ്റും. അങ്ങ് ദൂരെയായിട്ടാണ് മൂന്നാറിൻ്റെ ഭാഗങ്ങൾ കാണുന്നത്. അങ്ങ് ദൂരെയാണ് അത്. ഭാവിയിൽ അത് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ, ആ റോഡ് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കൊടൈക്കനാലോട്ട് വരാൻ പറ്റും. അതിൻ്റെ എല്ലാം ഓരോരോ ഹോം സ്റ്റേകളും ചെറിയ ചെറിയ റൂംസുകളൊക്കെ പണിത് ഇങ്ങനെ ഗസ്റ്റുകൾക്ക് വേണ്ടി കൊടുത്തേക്കോട്ടെ. എവിടെ തിരിഞ്ഞാലും റൂംസുകളാണ്. ഇതല്ലേ, അങ്ങ് ദൂരെ കണ്ടോ? കണ്ടില്ലേ, ഒരു കോട്ടേജുകൾ ഇങ്ങനെ പണിതേക്കുവാണ്. അങ്ങ് കണ്ടില്ലേ ദൂരെ കണ്ട്, ഇങ്ങനെ പണിത് ഇട്ടേക്കുവാണ്. കണ്ടില്ലേ, ചെറിയ ഗ്രാമമാണ്, വില്ലേജാണ്. നല്ല രസമാണ് കണ്ടിട്ടില്ലേ. അല്ലേ, ഹോട്ടലുണ്ട്. പോകുന്ന വഴിക്കത്തെ കടകളാണ് ഈ കാണുന്നതല്ലേ. അങ്ങ് ദൂരെ കാണുന്നതാണ് നമ്മുടെ. ഇപ്പോൾ വരാവേ. ഇപ്പം നമ്മൾ കാണുന്ന ഈ ദൂരെ കാണുന്നതാണ് നമ്മുടെ പളനിയാണ്. അങ്ങ് ദൂരെ കാണുന്നത് പളനിയാണ്. ഇതല്ലേ, പളനിയാണ്. ഇതിങ്ങനെ അങ്ങ് ദൂരെ കാണുന്നത് പൂണ്ടി എന്ന് പറഞ്ഞ കണ്ട സ്ഥലമാണ്. പൂണ്ടി ഉണ്ട്. ഇതൊരു വില്ലേജാണ് കേട്ടോ. അത്യാവശ്യം നല്ലൊരു വില്ലേജാണ്, വലിപ്പമുള്ളൊരു വില്ലേജാണ് കേട്ടോ. നല്ല ഭയങ്കര വന്യ തണുപ്പാട്ടോ. അല്ലേ, ഇവിടെ വെളുത്തുള്ളി കച്ചവടം. വെളുത്തുള്ളി നല്ല വെളുത്തുള്ളിയാണ്, നല്ല ഫ്രഷ് വെളുത്തുള്ളി ലൈവായിട്ട് പറിച്ചിട്ട് വന്ന് ഫ്രഷ് വെളുത്തുള്ളിയാണ് കാണുന്നത്. നല്ല ക്യാരറ്റ്, നല്ല കളർഫുൾ ആയിട്ടുള്ള ക്യാരറ്റാണ്. അപ്പൊ ഞങ്ങൾ മേടിച്ചു ക്യാരറ്റ് കാണിച്ചിട്ടേ. ക്യാരറ്റ് ദിവ്യ ക്യാരറ്റ് കാണിച്ചു. ക്യാരറ്റ് നല്ല ഫ്രഷ് ക്യാരറ്റ് കേട്ടോ. നല്ല ഫ്രഷ് ക്യാരറ്റ്. 30 രൂപ ഒരു പിടിക്ക്. 30 രൂപ കേട്ടോ. അപ്പൊ ഞങ്ങള് വീണ്ടും യാത്ര ചെയ്യാൻ പോകണം. വണ്ടികൾ വണ്ടി വന്നോണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഞങ്ങൾ വീണ്ടും അങ്ങോട്ട് താട്ട് പോവാം കേട്ടോ. കേട്ടോ അങ്ങനെ ഞങ്ങള് പൂമ്പാറ. അങ്ങനെ ഞങ്ങൾ പൂമ്പാറ എത്തി കഴിഞ്ഞപ്പോൾ ഒരു ചേച്ചി അക്ക പറഞ്ഞു, നല്ല ഏലക്ക ചായ എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഏലക്ക ചായ കുടിച്ചേക്കാന്ന് പറഞ്ഞു. ഞങ്ങൾ വണ്ടി നിർത്തി കേട്ടോ. കേട്ടോ, ഇല്ല രസമല്ലേ, നല്ല തട്ടുതട്ടായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. നല്ല നമ്മൾ മൂന്നാർ പോകുമ്പോൾ ഇതുപോലെ തന്നെയല്ലേ വട്ടവട പോകുമ്പോൾ. ഏകദേശം വട്ടവട പോകുമ്പോഴത്തെ ഒരു ഓൾമോസ്റ്റ് സിമിലർ. അവിടേക്ക് ക്യാബേജ് തോട്ടങ്ങളും എല്ലാം ഉണ്ട്. അടിപൊളിയാണ്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വണ്ടി നിർത്തിയിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നാൽ ഒരു ചായയും കൂടി കുടിച്ചേക്കാൻ വെച്ചു. എന്നാൽ ബാബു എന്നാ നമുക്ക് ചായ കുടിക്കാം. ബാ നല്ലൊരു വില്ലേജാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് ചായ കുടിക്കാം. ചായ കുടിക്കാൻ പോകാം. എന്നമ്മ ഇപ്പൊ വേണം മേടിക്കാൻ വേണ്ടി. ചായ കുടിച്ചത് അപ്പുറം എടി എത്ര മേടി? 2 പോതും. പിന്നെ അങ്ങോട്ട് ഇടാ. അതുണ്ടോ? പിന്നെ അങ്ങോട്ടേ എടി. ഇവന്റെ ഇന്നലത്തെ കേക്ക് ഇല്ലേ? ഇതിന്റെ ബാഗിലുണ്ട്.
സിരികിലാദിത്താൽ പൂഞ്ചലിലെ സൂര്യനിലവാനത് അങ്ങേ എന്നടമിങ്ങ് പോണത് എങ്ങേ മന്മദനെ ഉണ്ടത് എങ്ങേ മണ്ണൽ കൊട്ട ചന്ദന കൊട്ട വെക്കത് കൊട്ട കൊട്ട. ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എന്ന് വെച്ചാൽ പെട്രോൾ വണ്ടിക്ക് നിറച്ചും പെട്രോൾ അടിച്ചിട്ടാണ് വരാനായിട്ട്. ഇവിടെ ഒന്നും പെട്രോൾ പമ്പ് ഇല്ല. പൂണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് പൂണ്ടിയല്ലേ ഇത്? പൂണ്ടിയിലോട്ട് പോകുന്നവര് വണ്ടിക്ക് നന്നായിട്ട് പെട്രോൾ അടിച്ചിട്ടാണ് വരാനായിട്ട്. കൊടൈക്കനാലിൽ നിന്ന് തന്നെ പെട്രോൾ അടിച്ചിട്ട് വേണം പൂണ്ടിയിലോട്ടും ഇങ്ങോട്ടും വരാനായിട്ട്. കേട്ടോ, ഈ പെട്രോൾ കിട്ടുന്നുണ്ട് ഇവിടെ. ഇതൊക്കെ ഒരു ഉൾഗ്രാമമാണ്. നമ്മൾ പൂമ്പാറ വില്ലേജിനകത്തോട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ വില്ലേജിലെ ഏറ്റവും ഫേമസ് സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടെ അമ്പലമുണ്ട്, ഒരു മുരുകൻ്റെ അമ്പലമുണ്ട്. അതായത് നമ്മൾ പളനി അമ്പലത്തിൽ പോയിട്ട് വരുന്ന ആൾക്കാർ, ഒരുമാതിരിപ്പെട്ട ഒരുപാട് ആൾക്കാർ ഈ അമ്പലത്തിൽ വന്ന് ദർശനം നടത്തി പോകുന്നതാണ് ഇവിടെയുള്ള ആൾക്കാർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ കയറുന്നില്ല, ജസ്റ്റ് ഇതാണ് അമ്പലത്തിനകത്തുള്ള എൻട്രി. കാരണം നമ്മൾ രാവിലെ കുളിച്ചിട്ടൊക്കെ വരണം. ഞങ്ങൾ ഈ തണുപ്പ് കാരണം കുളിക്കാൻ പോയില്ല, രാവിലെ എണീച്ച് പോരുകയാണ് ചെയ്തത്. ഇറങ്ങിട്ട് വരാം അണ്ണാ. ഇതുവഴി പോയാ എങ്ങ് തിരിച്ചത് വഴിയല്ലേ? അതെ അതെ. അവക്കാടോ അവക്കാടോ അവക്കാടോ. ഈ ഗ്രാമത്തിന്റെ ഉള്ളേരിയയിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, ഇവിടെ ഒരു മുരുകൻ കോവിലല്ല, ഗണപതി കോവിൽ ഇരിക്കുന്നത് തോന്നുമ്പേ தெரியாது. ഉള്ളേരിയ കേട്ടോ, ഈ ഗ്രാമത്തിന്റെ. അങ്ങനെ നമ്മൾ നമ്മുടെ പൂമ്പാറ വില്ലേജിൻ്റെ അകത്തോട്ട് മാക്സിമം നമ്മൾ റൗണ്ട് ചെയ്തിട്ട് നമ്മൾ തിരിച്ചു പോകാം കേട്ടോ. നമുക്ക് കാരണം വെച്ചാൽ ഉള്ളിലോട്ട് കയറി കഴിയുമ്പോൾ വഴി അവിടെ വെച്ച് തീർന്നു പോവാണ്. അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇനി അടുത്ത് നമ്മൾ മന്നവന്നൂർ റൂട്ടിലോട്ടാണ് പോകുന്നത് കേട്ടോ. അടുത്ത വീഡിയോയിലാണ് അടുത്ത മന്നവന്നൂർ റൂട്ടിലോട്ടുള്ള വഴികളും എല്ലാം നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ വെച്ച് ഈ യാത്ര ഇവിടെ തീരുകയാണ്. അടുത്തത് എപ്പിസോഡ് പുറകെ വരുന്നത്. ബൈ ബൈ.